ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പം ഒരു ദൂരയാത്രയ്ക്കാണ് പോകുന്നത്. ഞങ്ങൾ ട്രെയിനിലാട്ടോ പോകുന്നത്. എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാനും ചേട്ടനും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ കൊണ്ടുവിടാൻ വന്നേ. ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങളുടെ ട്രെയിൻ വന്നത്. ഞങ്ങൾ കണ്ണൂരാണ് പോകുന്നത്. ഞങ്ങൾ കണ്ണൂർ അങ്ങനെ എത്തി. ഇത് വെക്കേഷനിലാട്ടോ പോയത്. ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പറശ്ശിനിക്കടവാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിലാട്ടോ ഈ പറശ്ശിനിക്കട ഉള്ളത്. കണ്ണൂർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങളങ്ങനെ പറശ്ശിനിക്കടവ് എത്തി. സ്റ്റെപ്പ് ഇറങ്ങുക കേട്ടോ. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട തെയ്യമാണ് മുത്തപ്പൻ തെയ്യം. ഞങ്ങളങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി. അവിടെ കടയുടെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടോ ഇഷ്ടംപോലെ കടകളുണ്ട്. വെള്ളാട്ടവും തിരുപ്പനെയാണ് ഇവിടെ കെട്ടിയാടുന്നത്. എവിടെ നോക്കിയാലും കടകളാട്ടോ ഇവിടെ. ഞങ്ങളിങ്ങനെ ഓരോരോ കടകളും കണ്ട് ഇങ്ങനെ നടന്നു ആട്ടോ. ഇവിടെ വരാൻ കാരണം എൻ്റെ അമ്മയുടെ കണ്ണൂരാട്ടോ. അപ്പം ഞങ്ങള് അതുകൊണ്ട് ഇവിടെ വന്നത്. അങ്ങനെ ഞങ്ങള് നടന്ന് എത്താറായി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമന്റും തരിക. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ അത്ര തിരക്കൊന്നുമില്ല കേട്ടോ. എനിക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ അങ്ങോട്ടും നോക്കിയാലും ഇങ്ങോട്ടും നോക്കിയാലും ആൾക്കാരാണ്. ഞാൻ കുറച്ചേരം അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് മുത്തപ്പനൊക്കെ അവിടെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഗൈസ് മനസ്സിലാകുന്നത് നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്ക് കാണാനും പറ്റി, വീഡിയോ എടുക്കാനും പറ്റി. നല്ല തിരക്കുണ്ട് ഇവിടെ. അത് രാവിലെ ആണ്ട് വെള്ളാട്ടവും തിരുവപ്പനയും കെട്ടിയാടുന്ന സമയമായിരുന്നു. ഞങ്ങൾ തിക്കും തിരക്കും ഉള്ള സ്ഥലത്തുനിന്ന് എങ്ങനെയൊക്കെയോ കയറി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് കയറിയപ്പോഴാണ് ഗൈസ് ഇവിടെയും നിറച്ചും തിരക്ക്. അങ്ങനെ ഞങ്ങൾ മുത്തപ്പനെയൊക്കെ കണ്ട് തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് വന്നു. ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ വളപട്ടണം പുഴ ഒഴുകുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ ഞങ്ങൾ കാലും കൈയൊക്കെ കഴുകി. ഞാൻ ഇതുവരെ ആയിട്ടും ആ വെള്ളത്തിൽ അവിടെ നിന്ന് കയറിയിട്ടില്ലായിരുന്നു. അമ്മ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്യുന്ന താഴോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ പതുക്കെ ഇറങ്ങി വെള്ളത്തിൽ കാല് എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടത് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് മാറി ഞാൻ കയറി വന്നു. ഈ വലിയ ഉടുപ്പായതുകൊണ്ട് പൊക്കിയിട്ടേ നടക്കാൻ പറ്റത്തുള്ളൂ, പ്രത്യേകിച്ച് സ്റ്റെപ്പ് ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഇതെൻ്റെ അമ്മൂമ്മയാണേ. പിന്നെ ഈ നിൽക്കുന്ന എൻ്റെ ചേട്ടന്മാരാണ്. ഞാൻ എന്തിനെ പിടിച്ച് തള്ളുന്നതെന്ന് വെച്ചാൽ ഇവരെൻ്റെ തലമുടി പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും. ഫോട്ടോ എടുക്കാൻ നേരത്തെ അല്ല തലമുടി പിടിച്ചടയ്ക്കുമെന്നൊക്കെ വന്ന് വലിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചുനേരം അവിടെ അങ്ങ് നിന്നു. തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പന്റെ തെയ്യക്കോലത്തിനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം നേടാം എന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. എന്തോ ചേട്ടന്മാർ കോമഡി പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് പിന്നെ ചായയൊക്കെ കിട്ടുമല്ലോ, പയറും പിന്നെ തേങ്ങയും ചായയും. പിന്നെ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്തോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വെളിയിലോട്ട് വന്നു. ഞങ്ങൾ പിന്നെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തന്നെ ഇവിടെ നിന്നുള്ള ചുറ്റിലുള്ള വീഡിയോ ഒക്കെ അമ്മ എടുത്തു. ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം. ഇവിടുത്തെയൊക്കെ വീഡിയോ എടുത്ത ഞാനാണേ. ഇതെൻ്റെ ചേട്ടനാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ തന്നെ ഇരിക്കാനുള്ള സീറ്റും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ കുറേ പേര് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കടയൊക്കെ ഉള്ള ആ ഒരു ഭാഗത്തേക്ക് വന്നു. ഞാനാണെങ്കിൽ ഉള്ള എല്ലാ കടയിലും നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്നൊരു ബ്ലാക്ക് കളറുള്ള ഒരു ക്യൂടെക്സും വാങ്ങിച്ചായിരുന്നു. അതാണ് ഞാൻ ഈ തപ്പിക്കൊണ്ട് നടന്നത്. നമ്മൾ പിന്നെ എല്ലാ കടയിലും കയറി നോക്കുന്നുണ്ടായിരുന്നു. ക്യൂടെക്സ് മാത്രമേ വാങ്ങിച്ചുള്ളൂ, വേറൊന്നും വാങ്ങിച്ചില്ല. എല്ലാ കടയിലും ചുമ്മാ ഒന്ന് കയറി നോക്കി. ഇഷ്ടംപോലെ കടയുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം അങ്ങോട്ട് നടന്ന് കണ്ടു. ഞങ്ങൾ പിന്നെ തേരപ്പാരെ നടന്ന് കയറിയ കടയിൽ തന്നെ വീടും കയറുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയില്ലേ കാണാൻ. ഞങ്ങൾ പിന്നെ ഓരോ കടയിലും കയറി അവിടുന്ന് ഇവിടുന്നായിട്ടൊക്കെ ഉള്ള വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കടയിൽ കയറിയപ്പം എല്ലാം വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കാശില്ലാതെ വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓരോ സ്ഥലത്തു നിന്നും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. താഴെ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ കൃഷ്ണൻ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്ന കണ്ട് ഞാൻ. കടയിലൊക്കെ കയറി കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചോറുണ്ണാൻ വേണ്ടി കൂട്ടുപുരയിലേക്ക് വന്നു.
പിന്നെ കുറെ നേരം അവിടെ ക്യൂ നിന്ന്. ഞങ്ങൾ ക്യൂ നിന്നപ്പോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ പോവുകയാണ്. കഴിച്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് വന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ സ്റ്റേഷനിൽ വന്ന്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.